ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അലൈൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ മൈൻഡ് എന്താണെന്നും നമ്മുടെ ബോഡിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ സോള് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ കാണണം. അപ്പം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും സ്ഥൂല ശരീരത്തെക്കുറിച്ചും കാരണ ശരീരത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് സൂക്ഷ്മ ശരീരം അഥവാ ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത്? എന്താണ്? ഈ കാണുന്ന ഫിസിക്കൽ ബോഡിക്കുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഫിസിക്കൽ ബോഡി എന്നത് നമ്മുടെ ഈ കൈകാലുകൾ, അതുപോലെ നമ്മൾ ഈ കാണുന്ന ഇന്ദ്രിയങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം കൂടിച്ചേർന്ന ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ സ്ഥൂല ശരീരത്തിൽ പറയുന്നത്. എന്നാൽ സൂക്ഷ്മ ശരീരത്തിൽ എനർജീസാണ്, അതായത് നമ്മുടെ ചക്രാസ്, 7 ചക്രങ്ങളും അതിൽ കൂടുതൽ ചക്രാസുകളും അടങ്ങിയ നമ്മുടെ 3 നാഡികൾ, പിംഗള നാഡി, ഇടനാഡി, മധ്യനാഡി അഥവാ സുഷുമ്ന നാഡി എല്ലാം ചേർന്നിട്ടുള്ള ഒരു ശരീരത്തെയാണ് നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനോമയ ശരീരം, അതുപോലെ വിജ്ഞാനമയ ശരീരം, ഇവയും ഈ സൂക്ഷ്മ ശരീരത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ കാരണ ശരീരം, നമ്മൾ ഈ ഭൂമിയിലേക്ക് എന്തിനാണ് ജനിച്ചത്, എന്തിനാണ് നമുക്ക് ഈ ജന്മം കിട്ടിയെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശരീരമാണ് ഈ കാരണ ശരീരം. അപ്പം നമ്മൾ ഈ ഫിസിക്കൽ ബോഡിയും ഈ സൂക്ഷ്മ ശരീരവും അതുപോലെ ഈ സ്ഥൂല ശരീരം അഥവാ കാരണ ശരീരം, ഈ 3 ശരീരങ്ങളുടെ ക്ലെൻസിങ് ആണ് നമ്മൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇവ ക്ലെൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ മൈൻഡിനും നമ്മുടെ ബോഡിക്കും നമ്മുടെ സോളിനും ആ ഒരു അലൈൻമെൻറ്റ് രീതിയിലേക്ക് ശരിയായ രീതിയിൽ വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഫിസിക്കൽ ബോഡീനെ നമുക്ക് എങ്ങനെ ക്ലെൻസ് ചെയ്യാം? ഫിസിക്കൽ ബോഡിക്ക് ആവശ്യം, അതായത് ഫിസിക്കൽ ബോഡിയെ നമുക്ക് അന്നമയ ശരീരം എന്നും പറയാം. ഫിസിക്കൽ ബോഡിയെ നമുക്ക് അതിൻ്റെ ക്ലെൻസിങ് പ്രധാനമായിട്ട് നടക്കേണ്ടത് നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ്. നല്ല ഫുഡുകൾ എന്ന് പറയുന്നത് നമ്മൾ നോൺ വെജുകളൊക്കെ കുറച്ച് നമ്മൾ വെജ് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അതായത് കുറേ ജങ്ക് ഫുഡുകളൊക്കെ നമ്മൾ കഴിച്ച് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ ഒരു മന്ദീഭവിക്കുന്ന രീതിയിൽ നമ്മൾ നോക്കാതെ നമ്മൾ അതിനെ ബാലൻസ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് നമ്മൾ അന്നമയ ശരീരത്തിന് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഉറക്കം, നമ്മൾ കൃത്യമായിട്ട് രാവിലെ നേരത്തെ എണീക്കുകയും കൃത്യമായിട്ട് നേരത്തെ കിടക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ അന്നമയ ശരീരം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പം ഉറക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നേരത്തെ കിടക്കുകയും രാവിലെ കൃത്യമായിട്ട് നേരത്തെ എണീക്കുകയും ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ ഈ സൂക്ഷ്മ ശരീരത്തിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്ഥൂല ശരീരത്തിന് നമ്മൾ പ്രോപ്പർ ഉറക്കവും അതുപോലെ കൃത്യമായ നല്ല ഭക്ഷണവും കൊടുക്കുന്നതോടൊപ്പം അതുമാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ എക്സസൈസ്. നമ്മൾ ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ ഒരുപാട് തിരക്കാണ്, നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ ആർക്കും സമയം കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ കുറച്ചെങ്കിലും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച് നമ്മൾ യോഗ, അതുപോലെ നല്ല ഡാൻസിങ്, അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യുന്ന നമ്മളെ ശരീരം ഒന്ന് ആക്റ്റീവ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ല നടത്തം, ഇവയൊക്കെ നമ്മൾ ഫിസിക്കൽ ബോഡിക്ക് അതിൻ്റെ ക്ലെൻസിങ്ങിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇനി സൂക്ഷ്മ ശരീരത്തിലാണെങ്കിലോ, അതിലാണ് ഞാൻ പറഞ്ഞ ചക്രാസ് ഉള്ളത്. ചക്രങ്ങൾക്കൊക്കെ ചക്രാസിനെ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ നാഡികളെ അത് ബാലൻസ് ചെയ്യാനും വേണ്ടി നമ്മൾ കൊടുക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ, നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുള്ള ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ തന്നെ നമ്മൾ ചക്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ചക്രങ്ങളെ ക്ലെൻസ് ചെയ്യാൻ നമ്മൾ കല്ലുപ്പിട്ട വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നത്, അങ്ങനെ ഒത്തിരി ക്ലെൻസിങ് പ്രോസസ്സുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തുന്ന കാര്യമാണ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എന്താ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ അടുത്ത വീഡിയോസിൽ പറയുന്നതാണ്.
പിന്നെ നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ കാരണശരീരം. ഈ കാരണശരീരം എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ സോളായ നമ്മൾ എന്തിനാണ് ഈ ജന്മമെടുത്തത് എന്നതൊക്കെ മനസ്സിലാക്കും. അതൊക്കെ നമ്മൾക്ക് ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ സൂക്ഷ്മ ശരീരത്തിലുള്ള തന്നെയാണ് വിജ്ഞാനമയ കോശം, അതുപോലെ മനോമയ കോശം. മനോമയ കോശത്തിൽ മൈൻഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ വിജ്ഞാനമയ കോശത്തിൽ നമ്മളെ ആത്മാവിൻ്റെ അറിവിനെ കുറിച്ച്, നമ്മൾ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള അറിവുകളെല്ലാം നമുക്ക് കിട്ടുന്നത് വിജ്ഞാനമയ കോശത്തിൽ നിന്നാണ്. അപ്പം ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലൂടെ മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഉറക്കവും നമ്മുടെ ഭക്ഷണ രീതിയും അതുപോലെ നമ്മുടെ പ്രാണായാമവും മെഡിറ്റേഷനും എല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് മെഡിറ്റേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫ്രീക്വൻസിയെ ഹയറിലേക്ക് എത്തിക്കുന്ന മെഡിറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ അത് അവതരിപ്പിക്കുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക് യു ഓൾ.